നമസ്കാരം. കൈവിട്ട സെമി ഫൈനലും ഫൈനലിലേക്കുള്ള ദൂരവും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. തുടർഭരണം ലക്ഷ്യമാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിറങ്ങിയ ഇടതുമുന്നണിക്ക് കാലിടറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിധിയെഴുത്ത് വ്യക്തം. ജനക്ഷേമകരമായ പ്രഖ്യാപനങ്ങളും വികസന പ്രവർത്തനവും പ്രചാരണായുധമാക്കിയിട്ടും ഏശിയില്ല. എന്തുകൊണ്ട് തോറ്റു എന്നതിന് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി വിശദമായ പരിശോധന അവർ നടത്തുമായിരിക്കും. പക്ഷേ നമുക്കൊന്നറിയാം, ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തിരുന്നവർ പലരും മാറ്റിക്കുത്തി, അത്ര തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. ശരിയാ, നീ കേട്ടത് ശരിയാ. കാടളക്കി വരണ കൊമ്പനെ തളച്ചത് ശരിയാ. നീ കേട്ടത് ശരിയാ. വിത്തുകൾ വിതച്ചത് നാളെ നാട്ടില് പെരിയാൾ. നീ കേട്ടത് ശരിയാ. കാലം മാറിടും നേരിൻ പാതകൾ ശരിയാ. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ജനങ്ങൾ ആ മഹായുദ്ധത്തിന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ജനങ്ങൾ നൽകിയ ഇന്ധനമായി, ജനങ്ങൾ നൽകിയ ഊർജമായി വിനയത്തോടെ ഞങ്ങൾ ഇതിനെ കാണുന്നു. ശരിയാ, നീ കേട്ടത് ശരിയാ. കാടളക്കി വരണ കൊമ്പനെ തളച്ചത് ശരിയാ. CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സ്വാധീനത്തിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് വോട്ട് ചെയ്ത കുറേ ആളുകൾ മറ്റ് പാർട്ടികൾക്ക്, മുന്നണികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? തുടർഭരണത്തിൻ്റെ അഹങ്കാരവും ജനങ്ങൾക്ക് ഒട്ടും ബോധിച്ചില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. പല തെരഞ്ഞെടുപ്പുകളായി 11 തവണ തോറ്റ ശേഷം എബ്രഹാം അമേരിക്കൻ പ്രസിഡന്റായ. പക്ഷേ അതിത്ര നാറിയ പരാജയമല്ലായിരുന്നു. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് പരസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടും രഹസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടുമാണ് UDF മത്സരിച്ചിട്ടുള്ളത്. സർക്കാരിനെ വിലയിരുത്തലാണെങ്കിൽ സർക്കാരിന് തുടരാൻ യോഗ്യതയില്ല എന്ന ജനപ്രഖ്യാപനമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. കോർപ്പറേഷനുകളിൽ അടിവേരിളക്കം. തിരുവനന്തപുരം നഗരസഭ താമര സ്ഥാനമാക്കി BJP-യുടെ മുന്നേറ്റം. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനും പിടിച്ചു. അത് ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ. അത് പിടിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാടിനെ സ്വീകരിച്ചു, പിന്തുണ തന്നു. അത് വളരെ സന്തോഷമുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ആധിപത്യം ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾക്ക് സീറ്റ് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. തിരുവനന്തപുരമാണ് പപ്പനാവിന്റെ മണ്ണാണ്, പിള്ളേരെടുത്ത് ഉടുത്ത് കളയപ്പെട്ട. കേരളത്തിൻ്റെ തലവര മാറ്റി എഴുതിയ ജനവിധിയാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരയിൽ ഉണ്ടായിട്ടുള്ളത്. തീവട്ടിക്കൊള്ള നടത്തിയ കോർപ്പറേഷൻ ഭരണത്തിനെതിരായിട്ടുള്ള വലിയ ജനവിധി. സുഖമുള്ള നോവ് അതിൽ തെരുതെരച്ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. നന്ദി പ്രിൻസി, 1000 നന്ദി. ഇവൾ എല്ലാവർക്കും ആരോമലായി ഒളിച്ചിന്തുന്ന പൊന്തീപമായി. ഞാൻ പ്രതീക്ഷിക്കുന്ന നന്ദിഗ്രാമിൽ CPM-നും പശ്ചിമബംഗാൾ ഗവൺമെൻറ്റിനും എതിരെ ഉണ്ടായത് തിരുവനന്തപുരം സംഭവിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പൂച്ചയ്ക്കാരും മണികെട്ടും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു പൂച്ചയ്ക്ക് തിരുവനന്തപുരം മണികെട്ടും. തലസ്ഥാനം ഒന്നുകൂടെ കാണണം. ആ സ്ഥാനം എനിക്ക് കാണണ്ട. ശബരിമല സ്വർണ്ണമോഷണ വിവാദം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ. UDF-ഉം BJP-യും വീടാന്തരം കയറി ഇറങ്ങി പ്രചാരണം നടത്തിയതാണ്. അതിന്
പന്തളം നഗരസഭയിലെയും ശബരിമല വാർഡിലെയും ഇടതുമുന്നണി വിജയം ചൂണ്ടിക്കാട്ടിയാൽ മറുപടിയാകില്ല. CPM ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള ആത്മപരിശോധനയും പരിഹാര നടപടിയും നടത്തേണ്ടി വരും. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് പോലും ഒരു പാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ഹിറ്റായി. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. മൊത്തം ജനങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ചു. കാരണം 2 മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 മുതിർന്ന നേതാക്കൾ, 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാ CPM. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നിയമസഭയിലുണ്ടാകും. നിയമസഭയിലും ഈ ഭരണത്തെ ആട്ടിപ്പായിക്കാൻ ജനം തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇത്. കല്ലും മുള്ളും കാലിക്കുമെത്ത. അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ചോദിക്കുന്നു, ഒരു ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു നാട് അത്ഭുതമല്ലേ? ഒരു ദേവന്റെ സമ്പത്ത്, ദേവന്റെ സ്വർണം കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു നാട്. എന്നിട്ട് എന്ത് ചെയ്തു ഈ സർക്കാർ? അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചോ? സ്വർണം കട്ടവൻ ആരപ്പ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ പന്തളം മുനിസിപ്പാലിറ്റി. അവിടെ ഇപ്പോൾ LDF ജയിച്ചിരിക്കുകയാണ്. ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ്. അയ്യപ്പനോട് നമ്മൾ കളിക്കാൻ പോകരുത്. ഓരോരുത്തരായിട്ട് ഇവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവമുണ്ട്. മൂവാറ്റുപുഴയുടെ ദേശീയ പലഹാരം കുഴലപ്പമായി മാറുകയാണോ? മുഖ്യമന്ത്രിക്കെതിരെ സുപ്രീം കോടതി വരെ പോയ മാത്യു കുഴൽനാടനെ കോടതി ശാസിച്ചു വിട്ടപ്പോൾ CPM പ്രവർത്തകർ മൂവാറ്റുപുഴയിൽ കുഴലപ്പം വിതരണം ചെയ്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം കുഴൽനാടനും കൂട്ടരും മൂവാറ്റുപുഴയിൽ ആഘോഷിച്ചതും കുഴലപ്പത്തെ കൂട്ടുപിടിച്ചായിരുന്നു. മൂവാറ്റുപുഴയിൽ ഇപ്പോൾ ഒരു സവിശേഷമായ പലഹാരമാണ് കുഴലപ്പം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് CPM നേതാക്കന്മാർക്ക് ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമായി മൂവാറ്റുപുഴയിൽ കൊഴലപ്പം മാറിയിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഞങ്ങൾ കൊഴലപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാണ്. മൂവാറ്റുപുഴയുടെ ഒരു ദേശീയ പലഹാരമായി കൊഴലപ്പം മാറട്ടെ എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി. ഉതുപ്പച്ചാന്റെ കുഴലപ്പോ. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വോട്ടെണ്ണൽ ദിവസം മണി ആശാൻ എന്ന MM മണിയുടെ തനതു ശൈലിയിലെ പ്രതികരണം കൂനിന്മേൽ കുരുവായി CPM-ന്. MM മണിയുടെ പ്രതികരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു CPM-നെതിരെ എതിർപക്ഷ നേതാക്കളുടെ പ്രതികരണം. വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അത് വാങ്ങി നല്ലവണ്ണം ശാപ്പാടടിച്ചിട്ട് നമുക്കെതിരെ കുത്തി എന്നായിരുന്നു മണി ആശാന്റെ പ്രതികരണം. എന്തു നല്ല അന്തസ്സുള്ള പ്രതികരണം. അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മേ. ക്ഷേമപ്രവർത്തനം, പെൻഷൻ ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ്. തകരാറാക്കൂ ആവാൻ സാധ്യതയുണ്ട്. നിനക്കെങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താണ്? ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. 5 വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെപ്പോലുള്ള പുഴുക്കൾക്ക് വിലയുണ്ടാകത്തുള്ളൂ. അന്നേരം ആലോചിക്കാം. ഇതാടാ യഥാർത്ഥ ജനാധിപത്യം. അവരുടെ ഔദാര്യം കൈപ്പറ്റി ശാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്താണ് ഇതെല്ലാം. എന്നിട്ട് അവർക്കിട്ട് തിരിച്ചിട്ട് പണി കൊടുത്തു എന്ന് പറയുന്നത് CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. 100, 100, 100, 200, 300 എത്ര വേണമെങ്കിലും തരാം. ഇല്ലേ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറയും. നന്ദി പറയണടാ, നന്ദി. പിന്നല്ലാതെ നന്ദി കേടല്ല നല്ല അനുകൂലമാണോ ക്ഷേമ പ്രവർത്തനം? ഇതാരുടെ ഇവരുടെയൊക്കെ തറവാട് സ്വത്താണോ കൊടുക്കുന്നത്?
ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന തുക സർക്കാരിന്റെ സ്കീം അനുസരിച്ച് കൊടുക്കുന്ന തുക ആരുടെങ്കിലും ഔദാര്യമാണോ? ഞങ്ങൾ വിളിച്ചു പറയുന്നതും നിങ്ങൾ ലോണായി കൊടുക്കുന്നതും ബാലഗോപാലിനെ പോലെയുള്ള പൗരന്മാർ രണ്ട് കൈയും നീട്ടി അത് വാങ്ങുന്നതും എന്റെ നിങ്ങളുടെ വീട്ടിലെ കാശല്ല. ഇയാൾക്ക് ഏത് മഹാരാജാവിൻ്റെ കാലത്ത് ജീവിക്കുന്നവരാ? രാജാക്കന്മാരിൽ ചില ആളുകൾ പോലും ഇത് പറയല്ലേ. തിരുവിതാംകൂർ മഹാരാജാവ് വളരെ സംസ്കാര സമ്പന്നനായിരുന്നു. ഇപ്പം ഈ പുത്തൻ രാജാക്കന്മാർ വന്നിട്ട് അവരുടെ കാൽ കീഴിലാണ് മുഴുവൻ ജനങ്ങളും. അവർ തീരുമാനിച്ചാലേ ആളുകൾക്ക് ഭക്ഷണമുള്ളൂ, അവർ തീരുമാനിച്ചാൽ ആഹാരം കൊടുക്കില്ല എന്നുള്ളൊരു ധിക്കാര മനോഭാവമല്ലേ എം മണിയുടെ നാവിൽ നിന്ന് വന്നത്. അല്ല, അങ്ങനെയൊക്കെ പരാമർശം നടത്തുന്നത് തോൽവിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പരാമർശമായിട്ട് കാണുക, അല്ലാതെ അത് അങ്ങനെ ആവണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഇപ്പൊ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി അവർ മാറണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്തത് തട്ടിപ്പാണ് എന്നാണ് കൊല്ലത്തെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് നേതാവ് എ അസീസ് പറയുന്നത്. നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ തുക കൃത്യമായി കൊടുക്കാറുണ്ടായിരുന്നോ സഖാവേ? മണി അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതാണ് എന്ന് പറഞ്ഞാൽ മണിയുടെ തന്തയുടെ വകയാണോ ഇത്? വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തിയപ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ചിട്ടാ പറയുന്നത് ഞങ്ങൾ 2000 രൂപ ആയിരിക്കുന്നത്. ആ തുറുപ്പിയിട്ട് ഇറക്കിയിരിക്കുകയാണെന്ന്. പെണ്ണുങ്ങളെ നിങ്ങളെല്ലാം വീട്ടിൽ ഇരുന്നാൽ മതി, 1000 രൂപ. ഞങ്ങളുടെ നേതാക്കന്മാർ ഭാരവുമായി വരുന്നുണ്ട്. ഈ തട്ടിപ്പ് ഇതൊരു തനി തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധരായ സമ്മതിദായകർ വോട്ട് ചെയ്തത്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. പതിവ് പോലെ പഴി മണിയുടെ ശൈലിക്ക് മാത്രം. ശുദ്ധഗതിക്കാരനായ മണി ഉദ്ദേശിച്ചത് അതല്ലെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ നിരീക്ഷണ ഉപദേശങ്ങൾ. ഉപദേശം വന്നതോടെ പ്രതികരണം തിരുത്തി മണി തടി കഴിച്ചിലായി. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെയൊന്നും മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിന്റെ ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി. എടോ അതൊക്കെ ഈ പി ശശിയുടെ നാടൻ ശൈലിയല്ലടോ. എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ കണ്ടു അതിനാ. സഖാവേ, ഞാൻ ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ, നമ്മുടെ പാർട്ടി. ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല. എന്താണ് ഇങ്ങനൊരു വിധി വരാനുള്ള കാര്യമെന്നെല്ലാം പാർട്ടി വിശദമായി പരിശോധിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് എനിക്ക് വിശവ് പറ്റിയത് തന്നെയാണ്. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ്. അവരെന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്.